അറിവ് ശേഖരിച്ചിട്ടാണ് ധ്യാനത്തിലിരുന്നെങ്കിൽ അയാളുടെ ധ്യേയമായിരിക്കുന്ന വസ്തുവിൽ അയാളുടെ ചിത്തത്തെ നിലനിർത്തിക്കൊണ്ട് ബ്രഹ്മശക്തിയായിരിക്കുന്ന അറിവിൽ ബ്രെയിൻ്റെ അണ്ടറിൽ മനസ്സിനെ വരുത്തിക്കൊണ്ട് 11ാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന മനസ്സിനെ മറ്റ് ഇന്ദ്രിയങ്ങളിൽ നിന്നും 10 ഇന്ദ്രിയങ്ങളിൽ കൊണ്ടും നിയന്ത്രിച്ച് 10 ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ചുകൊണ്ട് എന്ന് വേദം പറയും. നിഗ്രഹിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ കൊന്നുകൊണ്ടെന്നല്ല അർത്ഥം. മറ്റ് ഇന്ദ്രിയങ്ങളെയെല്ലാം ഒതുക്കിക്കൊണ്ട് മനസ്സ് ബ്രെയിൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ട് നമ്മളുടെ ധന്യമായിരിക്കുന്ന ലക്ഷ്യം എന്താണോ ആ ധനികമായിരിക്കുന്ന ആധുനികമായിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന ആധുനികനായിട്ട് മാറണമെങ്കിൽ ധ്യാനം ആവശ്യമാണ്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എന്നും ധ്യാനത്തിലൂടെയാണ് എഴുന്നേൽക്കേണ്ടത്. ഇന്ന് ഞാൻ എന്തെല്ലാം ചെയ്യണം, എന്തായിരിക്കണം എൻ്റെ ഇന്നത്തെ കർമ്മം, എൻ്റെ മനസ്സെങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്, എന്തെല്ലാം അറിവുകളാണ് ഇന്ന് ഞാൻ സ്വീകരിക്കേണ്ടത്, എത്ര മണിക്കൂർ, 8 മണിക്കൂർ പഠിക്കാനാണ്, 8 മണിക്കൂർ ക്രിയാശക്തിക്ക് വേണ്ടിയിട്ടാണ്, 8 മണിക്കൂർ ഇച്ഛാശക്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ മനസ്സ്, ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ആ 8 മണിക്കൂർ വീതം 24 മണിക്കൂർ, ആ 24 മണിക്കൂറിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, എന്തെല്ലാം ഇന്ന് പഠിക്കണം, ഏത് വിഷയത്തിലാണ് എനിക്ക് മാർക്ക് കുറവ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പഠിക്കേണ്ടത്, ആ വിഷയത്തെ പഠിക്കുക. ഏതൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. മനസ്സിൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 8 മണിക്കൂർ അഡ്മിറ്റായി കൊടുക്കുക ഡാർക്ക് എനർജിയുടെ അണ്ടറിൽ. അപ്പോഴാണ് നമുക്ക് മനസ്സിന് സുഖം കിട്ടുന്നത്, നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത്. ഉറങ്ങി ഉണരുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഉണർന്നിരിക്കാൻ പാകത്തിന് ഉറങ്ങുക എന്ന് പറയും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആക്ച്വലി ഈ പറഞ്ഞ പോലെ അസുര ജന്മങ്ങളാണ് നമ്മൾ കരയുമ്പോഴും വിയർക്കുമ്പോഴും എല്ലാം നമ്മളിൽ നിന്ന് എന്താണ് വരുന്നത്? ഉപ്പാണ് വരുന്നത്. നമ്മൾ തൊണ്ടവേദന എടുക്കുമ്പോഴും എന്താ വരുന്നത് അല്ലേ? ഒരു ചെറിയ പനി വന്നാലും ഉപ്പിട്ട് കുളിച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും. അപ്പം നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അസുര ജന്മങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ സുരന്മാരായി എന്ന് ചോദിച്ചാൽ നല്ല അറിവിനെ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം അസുരന്മാരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആസുരികതയുള്ള ജീവി ഏതാണെന്നറിയോ? മനുഷ്യനാണ്. അപ്പം മനുഷ്യൻ ദേവനാവുന്നത് എങ്ങനെയാണെന്നറിയോ? അറിവിനെ, പരിശുദ്ധമായിരിക്കുന്ന അറിവിനെ. അവിടെ ചാച്ചൻ പറഞ്ഞ പോലെ ആ അറിവെന്ന് പറയുന്നത് നമ്മൾ അസുരന്മാരാണെന്നുള്ളതാണ്. ആക്ച്വലി നമ്മൾ അസുരന്മാരാണ്. നമ്മളിലുള്ളത് ആഗ്രഹങ്ങൾ മാത്രമാണ്. ആഗ്രഹങ്ങളെ നിഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അത് ആ മനസ്സ് നിൽക്കുന്നത് ആത്മശക്തിയുടെ താഴെയാണെങ്കിൽ നമ്മളുടെ ക്രിയേറ്റീവ് ഹെഡ് ബ്രെയിൻ ആയിരിക്കണം, ആത്മശക്തി ആയിരിക്കണം. ആ ആത്മാവായിരിക്കണം നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ നമ്മളുടെ ആസുരികതയെ അടക്കി നിർത്തുവാനായിട്ട് ആർക്ക് പറ്റും? നമ്മുടെ സാരഥിയായിരിക്കുന്ന മനസ്സിന് പറ്റും. അങ്ങനെയുള്ളവൻ്റെ പേരാണ് മനു, മനുഷ്യൻ, മെൻഷൻ ചെയ്യാൻ കഴിവുള്ള മെൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പിടികിട്ടിയ മനുഷ്യൻ എന്ന് പറയുന്നത് വെറുതെ ഒരാളല്ല. എന്ത് തോന്നുമ്പോഴും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന ആളുടെ പേരല്ല മനുഷ്യൻ. എന്തിനെ തിന്നണമെന്ന് തോന്നുമ്പോഴും അതിനെ തല്ലിക്കൊന്ന് തിന്നണതിൻ്റെ പേരല്ല മനുഷ്യൻ. പിടികിട്ടിയ മനനം ചെയ്യുവാനുള്ള ശേഷി വേണം. എന്തിനു വേണ്ടിയിട്ടാണ് മനനം എന്ന് ചോദിച്ചാൽ 33 കോടി ചരാചരങ്ങളെയും സംരക്ഷിക്കുവാൻ ശേഷിയുള്ളതായിരിക്കുന്ന ആ ജ്ഞാനം. ഞാൻ എല്ലാത്തിനെയും സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവനാണ്. കാരണം ഞാൻ ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ജന്മമാണ്. പക്ഷേ ഞാൻ ഏറ്റവും വലിയ അസുരനാണ്. എന്നിലാണ് ഏറ്റവും വലിയ ആസുരികത കുടികൊള്ളുന്നത്. എൻ്റെ അറിവ് കൊണ്ട് ഞാൻ എന്നെ ദേവനാക്കി നിലനിർത്തുന്നു എന്ന് അറിഞ്ഞാലും. പിടികിട്ടിയ സിമ്പിളാണിത്. നമുക്ക് നമ്മളുടെ അമ്മയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആരോ പറഞ്ഞു ഇത് നിൻ്റെ അമ്മയല്ല, നിൻ്റെ അമ്മ കഴിഞ്ഞ ജന്മത്തിലുള്ള അമ്മയാണ് അപ്പുറത്തിരിക്കുന്നത്, ഇത് നിൻ്റെ അമ്മയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അജ്ഞരായി, നമ്മളെന്തായി? നമ്മളിലൊരു അസുരൻ വളരുകയായി. അറിവിനെ നമ്മൾ സ്വീകരിച്ചാലോ, അറിഞ്ഞാലോ? അറിയണം, പരമസത്യത്തെ അറിയണം. നമ്മൾ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അല്ല, ജീവലോകത്തിന് ഉപകാരമുള്ള കാര്യം, മറ്റും എല്ലാവർക്കും നന്മയുള്ള കാര്യങ്ങളെ അറിയുക, നന്മയായി തന്നെ തീരുക. ചിലർ വേദനിക്കുമെന്ന് തോന്നുന്ന ആ സത്യങ്ങളെ നമ്മൾ അവരിൽ നിന്നും അവർക്ക് ഹാനി ഉണ്ടാവുമെങ്കിൽ അതിനെ മൂടി വയ്ക്കുകയും ചെയ്യുക. അല്ലാണ്ട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ് ലോകത്തെ നശിപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം. ജ്ഞാനമാണ് നമ്മളെ നയിക്കേണ്ടത്. ആർക്കൊക്കെ വേദനിക്കും, ആർക്കൊക്കെ സുഖം കൊടുക്കാൻ പറ്റും, നല്ലവർക്ക്, നന്മയുള്ളവർക്ക് സുഖം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ശരീരം, ജീവിത രീതിയായിരിക്കണം നമ്മളുടേത്.